വേൾഡിൽ ആദ്യമായിട്ടൊരു ലൈവ് ഷോ, വേൾഡിൽ ആദ്യമായിട്ടൊരു മ്യൂസിക് വീഡിയോ, 1001 കൈകൾ വെച്ച് വന്ദേ മാതരം എന്ന് പറഞ്ഞ സോങ് നമ്മൾ ചെയ്തു. ഫിംഗർ ഡാൻസ് ഞാൻ പറയുന്നതിലും അതിൻ്റെ മേക്കിങ്ങുകൾ കാണുമ്പോഴാണ് അതിനുണ്ടാകുന്ന എഫേർട്ടുകൾ മനസ്സിലാകുന്നത്. ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഡാൻസിൽ തന്നെ പലതരം ഡാൻസ് ഉണ്ട്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡാൻസാണ്. ആ ഡാൻസും ഡാൻസിന് പിന്നിലെ കലാകാരനെയും നമുക്ക് കാണാം. ഈ ഡാൻസ് ചില്ലറ ഡാൻസ് അല്ല. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫിംഗർ ഡാൻസ് ആണ്. ഈ ഫിംഗർ ഡാൻസിന് പിന്നിലെ കലാകാരൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. എങ്ങനെയാണ് അതായത് ഇത്ര ഒരു വെറൈറ്റി ഡാൻസിലേക്ക് എത്തിയത്, അതായത് ഫിംഗർ ഡാൻസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു ചെറിയ ഇൻസിഡൻറ്റിലാണ് ഫിംഗർ ഡാൻസിനെ കുറിച്ച് ചിന്തിച്ചതും അത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ വന്നത്. അങ്ങനെയാണ് ഫിംഗർ ഡാൻസിലേക്ക് എത്തിയത്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. സംഭവം ഇത്ര ഈസിയാണോ? ഒരിക്കലും ഈസി അല്ല. കാണുമ്പോൾ വളരെ ഈസിയാണ്. ബട്ട് ഫിംഗർ ഡാൻസ് ഇപ്പോൾ നമുക്ക് ഇരുന്നൊക്കെ ഡാൻസ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുമ്പോൾ അതിൻ്റെ മേക്കിംഗ് എല്ലാം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്നല്ല നമ്മൾ അതിൽ ഡാൻസ് ചെയ്യുന്നത്. ബോഡിയുടെ പൊസിഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും എപ്പോഴും ആ ഒരു പൊസിഷനിൽ ഡാൻസ് ചെയ്യാറില്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് എപ്പോഴും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? മീൻസ് ഇങ്ങനെ ഒരു കൊറിയോഗ്രാഫി ചെയ്യാൻ ഫ്യൂ ഇതിൽ നമ്മൾ ചെയ്ത് കൊറിയോഗ്രാഫി. ബട്ട് ഈ പ്രൊജക്റ്റ് കൊറിയോഗ്രാഫി ചെയ്ത് ഷൂട്ട് ചെയ്ത് ഔട്ട് കൊടുക്കുന്നതിന് നമുക്കൊരു 1 മന്തോളം എടുത്തായിരുന്നു. ബിക്കോസ് ഇതിൻ്റെ പല പ്രോപ്പർട്ടി ഇപ്പോൾ കാണുന്ന ഫിംഗർ ഡാൻസിന് ഫസ്റ്റ് ആവശ്യം ഇതിൻ്റെ ഷൂസുകളാണ്. കയ്യിലിടുന്ന ഷൂസ് ഇപ്പോൾ ഗേളിൻ്റെ ആയാലും അത് നമ്മൾ അവൈലബിൾ അല്ല ഇവിടെ ഇൻ ഇന്ത്യ. അപ്പോൾ അതെല്ലാം നമ്മൾ എബ്രോഡിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം, പിന്നെ ഇതിൻ്റെ മിനിയേച്ചേഴ്സ്, അതിനൊരു 15 ഡേയ്സോളം ഇതിൻ്റെ കോസ്റ്റ്യൂം, അത് ആ മിനിയേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് 2.5 ഡേയ്സ് എടുത്തു. ബട്ട് ഓവറോൾ നമുക്കൊരു 1 മന്തോളം എടുത്തിൻ്റെ പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട്. ബിക്കോസ് അദ്ദേഹം നാദൃശക്ക നമ്മൾ അത് പറയണം. ബിക്കോസ് ഇപ്പോൾ ഫിംഗർ ഡാൻസ് ഞാൻ ചെയ്യുന്നെങ്കിലും ഇതിൻ്റെ ടൈറ്റിൽ സോങ് ചെയ്യാം എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫിംഗർ ഡാൻസിനെ കുറിച്ച്. അപ്പോൾ ഞാനും ഷോക്ക്ഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കോളിൽ. ബട്ട് നന്നായിട്ട് സംഭവിച്ചു. അത് എങ്ങനെ പറയാം, നമ്മളിത് കുറച്ചായിട്ടുള്ള പരിചയപ്പെട്ടിട്ട്, പക്ഷേ ഒരുപാട് കാലമായിട്ട് കൊച്ചിക്കാരനായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയും. തീർച്ചയായിട്ടും. കാര്യം എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാം. കാര്യം വേൾഡിൽ ആദ്യമായിട്ടൊരു ലൈവ് ഷോ ചെയ്യുന്നത് നമ്മളാണ്. 2011 വേൾഡിൽ ആദ്യമായിട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്തത് നമ്മളാണ്. 2012 വാലന്റൈൻസ് ഡേയിൽ നമ്മളാണ്. 1K1 ഹാൻഡ്സ്, 1001 കൈകൾ വെച്ച് വന്ദേ മാതരം എന്ന് പറഞ്ഞ സോങ് നമ്മൾ ചെയ്തു. അതും വേൾഡിൽ നമ്മളാണ് ഫസ്റ്റ് ടൈം. അത് പിന്നെ സിനിമയിൽ കൊണ്ടുവന്നത് നമ്മളാണ്. അപ്പോൾ ഇതും ടൈറ്റിൽ സോങ്ങും ഇത് നമുക്ക് നോക്കി കാണാം. വേൾഡിൽ ഇതുവരെ ഒരു സോങ് മൂവിയിൽ ഇങ്ങനെ വന്ന എൻ്റെ അറിവിലില്ല. എനിക്കറിയില്ല, പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണുമ്പോൾ ആളുകൾ ഇപ്പം ലൈവ് ഷോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? അതായത് പുതിയൊരു ഐറ്റം ആണ്. വളരെ നല്ല പ്രതികരണം. ഇപ്പം മൂവി കണ്ടിട്ട് ആയിക്കോട്ടെ, എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നല്ല റെസ്പോൺസ് വന്നായിരുന്നു. ഒരുപാട് മാസം ബോളിവുഡിൽ നിന്നും ഇവിടെ നിന്നെല്ലാം നല്ല റെസ്പോൺസാണ്. അപ്പോൾ ഈ ഫിംഗർ ഡാൻസിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം കുട്ടികൾക്ക് അത് പറഞ്ഞില്ലായിരുന്നു, അതായത് വന്ദേ മാതരം ചെയ്തിട്ടുണ്ട്, ലൈവ് ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതായത് 1K അത് 2017 അത് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളിലാണ് കണ്ടക്ട് ചെയ്തത്. അവിടെ ഒരു 1.5 മാസം എടുത്തു എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ കുട്ടികളെ. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കുള്ളല്ലോ. അപ്പോൾ എവറി ഡേ നമ്മൾ അതിനുവേണ്ടി ഞാൻ വീട് വരെ ഞാൻ ഷിഫ്റ്റ് ചെയ്തു അങ്ങോട്ട് സ്കൂളിനടുത്തേക്ക്. സിനിമയിലേക്ക് തന്നെ വന്നാൽ അതായത് ആ പാട്ട് നമുക്ക് 3 മിനിറ്റോളേ ഉള്ളൂ, പക്ഷെ അതിന് മുന്നിലുള്ള വർക്ക് എങ്ങനെയായിരുന്നു? അത് ഒരുപാട് എന്താ പറയുക, അതിൻ്റെ ഒരു മേക്കിംഗ് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഫിംഗർ ഡാൻസ് ഞാൻ പറയുന്നതിലും അതിൻ്റെ മേക്കിങ്ങുകൾ കാണുമ്പോഴാണ് അതിനുണ്ടാകുന്ന എഫേർട്ടുകൾ മനസ്സിലാകുന്നത്. ഫുൾ ടൈം ബോഡി പൊസിഷൻ ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് ഡേയിൽ തന്നെ വീടെത്തിയപ്പോൾ നൈറ്റ് ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ് വീടെത്തിയപ്പോൾ തന്നെ ഫുൾ ബ്ലഡ് വരും മൂക്കിന്ന്. അപ്പം മമ്മിയൊക്കെ മേടിച്ചു നിന്ന് ഫുൾ ബ്ലഡ്. ഷൂട്ടിനാണ് ഓക്കെ ഇല്ല, ബിക്കോസ് പൊസിഷൻ ഇങ്ങനെ തല കീഴായിട്ട് കിടക്കുക. അപ്പം മണിക്കൂറുകളോളം കിടക്കണമല്ലോ. ഓരോ ഷോട്ട് നമ്മൾ എടുക്കുമ്പോൾ ക്ലിയർ ആവുക. അപ്പോൾ വീണ്ടും ഷോട്ട് പോകണം. അപ്പം നമ്മൾ നിന്ന് കളിക്കുന്നത് പോലെ തന്നെ തല താഴെ ഇടിച്ചാണ് ഇങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് മേക്കിങ്ങിൽ കാണാം, ഷോട്ടൊക്കെ കാണുമ്പോൾ അറിയാം. അപ്പോൾ ബോഡി പൊസിഷൻ വേറെ. അപ്പോൾ ഫുൾ ബ്ലഡ് നമുക്ക് ഹെഡിലോട്ട് വരും. കുറേ നേരം എടുക്കുമ്പോഴേക്കും നമ്മൾ ബ്ലാങ്ക് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ എപ്പോഴും ഡോക്ടറൊക്കെ ആവശ്യമാണ് ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ. റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ വി ആർ വെരി ഹാപ്പി. ഡാൻസ് ഭയങ്കര പാഷനാണ്. തീർച്ചയായും. ഞാൻ എൻ്റെ 3.5 ഇയേഴ്സിൽ തുടങ്ങിയാണ് ഡാൻസ്. എൻ്റെ ആൻറ്റി അങ്കിളും മാസ്റ്റേഴ്സാണ്, അവരാണ് ട്രെയിനിങ് ചെയ്തത്. ഒരുപാട് ട്രാവൽ ചെയ്തു ഞാൻ അതിന്. പാഷൻ എന്ന് പറയാനല്ല, ലൈഫാണ് ഡാൻസ്. ഞാൻ പണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഡാൻസ് തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയാം. യെസ്. സംഭവം ഇത്ര സിമ്പിളല്ല. ഇനി ഉയരങ്ങളിലേക്ക് ഈ വിരലുകൾ കൊണ്ട് മായാജലം തീർത്ത് മുന്നേറാൻ കഴിയട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ജിനീസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.